ഹലോ ഗുഡ് മോർണിംഗ്. നമ്മൾക്ക് ദോശയാണ്. അപ്പോൾ രാത്രി നമ്മൾ ദോശമാവ് കലക്കി വെച്ചിട്ട് നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ലാലിന് ദോശ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ദോശയ്ക്ക് പ്രത്യേകിച്ചൊന്നും വേണമെന്നില്ല. അവൻ ദോശ ഒന്ന് രണ്ടെണ്ണമൊക്കെ കഴിക്കും. ദോശ എടുക്കാൻ നേരത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി നൂയി കൊടുക്കുകയാണെങ്കിൽ നല്ല മണവും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ദോശയിലേക്ക് നമ്മൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത്. നല്ല മസാല ഉള്ള ഗ്രീൻ പീസ് കറി, തേങ്ങയൊക്കെ അരച്ചിട്ട് കറുകപ്പട്ടൊക്കെ അരച്ച് ചേർക്കും തേങ്ങ അരയ്ക്കുന്നതോട് കൂടെ. അങ്ങനെയാണ് നമ്മൾ ഗ്രീൻ പീസ് കറി. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾക്ക് ഉച്ചയ്ക്കും നെണ്ട് കറിയാണ്. നെണ്ട് നമ്മുടെ കായലിൽ നിന്ന് തന്നെ കുത്തിപ്പിടിക്കുന്നതാണ് നെണ്ട് കറി. നമ്മൾ നെണ്ട് കറി വെക്കുന്നത് തേങ്ങ വറുത്തരച്ചിട്ടാണ്. കുറേ തേങ്ങകളപ്പം നമ്മൾ തേങ്ങ വറുത്തിട്ട് എടുത്ത് വെക്കും. അങ്ങനെ എടുത്ത് വെച്ച തേങ്ങയാണ് നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് ചേർക്കുന്നത്. പിന്നെ രാവിലെ ലാലുവിനെ എഴുന്നേൽപ്പിച്ചിട്ട് പല്ല് തേപ്പിക്കാനുള്ള പണിയിലാണ്. ഇത് നമ്മുടെ ബാക്കിൽ കുറേ മരങ്ങളുണ്ട് കേട്ടോ. ആ വെള്ളത്തിൽ മരങ്ങളുടെ ഇലയൊക്കെ വീണിട്ടാണ് ആ കളറ്. പിന്നെ നമ്മൾ കുറേ മുന്നേ എരുന്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ എരുന്തിൻ്റെ തൊണ്ട് തേങ്ങയിലൊക്കെ തെങ്ങിൻ്റെ കടക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അവനിരുന്ന് പല്ല് തേക്കുകയാണ്. അപ്പോൾ ഞാനാണ് അവനെ പല്ല് തേപ്പിച്ച് കൊടുക്കാറ്. നമ്മൾ വീടെടുക്കുമ്പോൾ അവനെ വീടെടുക്കാൻ വേണ്ടിയിട്ട് അവനോട് പല്ല് തേക്കാൻ പറഞ്ഞാണ്. പിന്നെ അവന് രാവിലെ ഒരു കോഴിമുട്ട പുഴുങ്ങിയതും 2 ദോശയും പിന്നെ ചായയും കൂടി അവന് കൊടുക്കും. പിന്നെ എനിക്ക് കഴിക്കാനും ദോശയും ഗ്രീൻ പീസ് കറി അവൻ കഴിക്കില്ല കേട്ടോ. അവൻ എത്ര ശ്രദ്ധിച്ചാലും അവൻ കഴിക്കില്ല. അങ്ങനെ ഞാനും കഴിച്ചു. അവനിരുന്ന് കഴിക്കുകയാണ്. അവനിരുന്ന് കഴിക്കുമ്പോൾ ലാലൊന്ന് നോക്കണം എന്നിട്ട് അവനെക്കൊണ്ട് തിരിഞ്ഞ് നോക്കിപ്പിക്കുകയാണ്. അപ്പോഴേക്കും നമ്മളെ ചോറൊക്കെ വെന്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടുപ്പത്താണ് ചോറും കറിയൊക്കെ ഉണ്ടാക്കുക. മറ്റ് പാപ്പവും മറ്റുള്ള സാധനങ്ങളൊക്കെ ഗ്യാസും ഉണ്ടാക്കും. ചോറ് ഊറ്റി കഴിഞ്ഞപ്പോൾ നമ്മൾ കൂട്ടാൻ അടുപ്പത്ത് വെച്ചു. നമ്മൾ നെണ്ടുകറി നന്നായി വറ്റി കുറുകി വരുമ്പോൾ നമ്മൾ ചുവന്നുള്ളിട്ട് വറവിട്ടെടുക്കുക ചെയ്യുക. കുളിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ തേക്കാൻ പോയപ്പോൾ അവിടെ 2 ചക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ചക്ക ഇരുന്ന് കഴിച്ചു. അപ്പോൾ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ 2 ഡ്രസ്സ് അടിക്കായിരുന്നു. പിന്നെ അപ്പോൾ പുറത്ത് നല്ല മഴയൊക്കെ കണ്ട് കുറേ കഴിഞ്ഞ് ഞങ്ങൾ കുളിക്കാൻ പോയി. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇനി ചോറ് കഴിക്കണം. അപ്പോൾ ഒരു പൊട്ടൊക്കെ കുത്തി അപ്പോൾ ഞാൻ കണ്ണാട്ടിലൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, സീ യു.